സാബീത്ത് ആശുപത്രിയിൽ പോകുന്ന മക്കളെ. അസ്സലാമു അലൈക്കും. സാബീത്താൻ്റെ വീഡിയോസിലേക്ക് സ്വാഗതം. ഞാൻ സാബീത്ത. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? സാബീത്താക്കും സുഖം തന്നെ. നല്ല ക്ഷീണം. സാബീത്ത ആശുപത്രിയിൽ പോകുന്ന മക്കളെ. ആശുപത്രിയിൽ പോയി നടക്കുമ്പോൾ ചാളിപ്പോകുന്നുണ്ട്. ആശുപത്രിയിൽ പോയിട്ട് കാണിക്കട്ടെ, ക്ഷീണം പറയട്ടെ. ചിലപ്പം ഗ്ലൂക്കോസ് ഏറ്റും. എൻ്റെ കൂടെ ആരുമില്ല, ഞാനാ ഉള്ളൂ. അങ്ങനെ നമ്മളെ സ്കൂളിൽ ഇവിടെ ഇന്ന് ഓണത്തിൻ്റെ പരിപാടിയാണ്. ഇന്ന് ഉച്ചക്കാടെ പോകണം, ചോറ് കഴിക്കണം, നല്ല സദ്യ ഉണ്ണണം. അങ്ങനെ അല്ലാണ്ട് നമുക്ക് സദ്യ കിട്ടും. നമ്മളെ പോലെ ഉണ്ട് നമ്മൾ സദ്യ ഉണ്ടാക്കുന്ന ഈ ബിരിയാണി അല്ലാണ്ട്. എന്താ കുളിച്ചിട്ടാണ് ഇറങ്ങിയ വെയിലും ക്ഷീണം കൂടും തോന്നും. എന്താ അങ്ങേ റോഡിനെ മോളെ? ടൗണിൻ്റെ അപ്പുറം. ആ കല്യാണം ഇന്നലെ ആൾ പോയ കല്യാണത്തിന് അന്നേരം ബ്ലോഗറാന്ന് ചോദിക്കുന്നുണ്ട്. അതങ്ങേ റോഡിനാ. എന്നാൽ ഓക്കെ. അങ്ങനെ സാബീത്ത് ആശുപത്രിയിൽ പത്തോട്ടെ. ഇപ്പം പോയവരാണോ? കൗണ്ടർ നമ്പർ 4 139. കൗണ്ടർ നമ്പർ 4. അങ്ങനെ കാണിച്ച് മക്കളെ ഉണ്ടാ ആശുപത്രിയിലാണ്. സാബീത്ത കാണിച്ച് ആദ്യം എന്നോട് പറഞ്ഞ് പ്രഷർ നോക്കണം. പ്രഷർ നോക്കി ഓർമ്മയിൽ. പിന്നെ എന്നോട് പറഞ്ഞ് കാണിച്ചു തരാൻ ഞങ്ങൾക്ക് രക്തം ടെസ്റ്റ് ചെയ്യണം. എനിക്ക് പേരാന്ത് പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഇത് പനിച്ചതിൻ്റെ ക്ഷീണ ഡോക്ടറെ. അയ്യ ക്ഷീണത്തിനുള്ള എന്തെങ്കിലും കലക്കി കുടിക്കുന്ന എനിക്ക് താന്ന് പറഞ്ഞു. അന്നേരം ഡോക്ടർ പറയുന്നത് ഞാൻ അതിൻ്റെ അടുത്തുള്ള പാർക്കിൽ വന്നു കേട്ടോ. ഇതെല്ലാം പറയേണ്ടിയിട്ട് ഡോക്ടർ തന്നെ നല്ലോണം ഭക്ഷണം കഴിക്കണം. ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഭക്ഷണം വായിക്കൊന്നും വേണ്ട ഡോക്ടറെ. പിന്നെ ഇങ്ങനെ ഭക്ഷണം കഴിക്കുക, നിങ്ങൾ കലക്കി കുടിക്കുന്ന എന്തെങ്കിലും എഴുതി തന്നെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു മറ്റേ ഇതിന് ഓരോ രസമോ ഇതെന്നാ പറയുക പൊടി ആശുപത്രി. ഇത് 5 ഗ്ലാസ് വെള്ളത്തിൽ ഒരു പാക്കറ്റ് ഇട്ടിട്ട് കലക്കി കുടിക്കുക. പിന്നെ രണ്ടുകാരം ഗുളികയും തന്ന്. പനിച്ചിട്ടുള്ള ക്ഷീണ. ഞാൻ പറഞ്ഞു, ഡോക്ടറെ വേറൊന്ന് പ്രഷറുണ്ടോ ഷുഗറുണ്ടോ എന്നു ചോദിച്ച്. പ്രഷർ പരിശോധിച്ചിക്ക്. ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഇത് ഡോക്ടറിനൊരു കുന്തം അറിഞ്ഞുകൂടാ. ഈ പനിച്ചല്ലേ പ്രായമുള്ള ഡോക്ടറാ. പനിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്ഷീണമെന്ന് ഡോക്ടറിനെ അറിഞ്ഞുകൂടെ. ഇന്ന് എല്ലാവർക്കും ഇതന്നെ സംഭവിക്കുന്നത്. പക്ഷേ ഡോക്ടർക്ക് തിരിയാത്ത ചിലപ്പോൾ ഈ പനിച്ച് മാറി നിങ്ങൾ പിന്നെയും വിവരം പറയാൻ വരുന്നില്ല, ക്ഷീണം പറഞ്ഞിട്ട് വരുന്നില്ല. അതുകൊണ്ടാണെന്ന് ഈ ഡോക്ടർമാർക്ക് മനസ്സിലാകാത്തത്. ഒലിയറിച്ച് പനിച്ച് കഴിഞ്ഞ് പനി മാറിയെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ക്ഷീണമുള്ളത് നിങ്ങൾ വന്നിട്ട് വിവരം പറയണം കേട്ടോ. അല്ല കുട്ടിയൊക്കെയായാലും വലിയവർക്കായാലും. കുട്ടികൾ നിങ്ങൾ അപ്പാടടിച്ചങ്ങ് സ്കൂളിൽ പറഞ്ഞേക്കലല്ല, ആ ക്ഷീണം നിങ്ങൾ നോക്കണം. അതുകൊണ്ട് മാഷൊക്കെ അല്ല ഡോക്ടറിന് ക്ഷീണം തീരുന്നില്ല. എന്നോട് പറഞ്ഞ ഇതിൽ രക്തം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെയും രക്തം ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെയും കാത്തുത്തിരിക്കുക. ക്ഷീണം പിടിക്കുന്നത് എൻ്റെ മേത്തുനിന്ന് രക്തം എടുക്കുക. ഞാൻ പറഞ്ഞ കലക്കി കുടിക്കുന്നതാ നിങ്ങൾ. ഭക്ഷണം കഴിക്കുക ബായിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെ ഭക്ഷണം കഴിക്കുമെന്ന് വെച്ചാൽ ഡോക്ടറോട്. എന്നാലും പറഞ്ഞു, എന്നാൽ നിങ്ങൾക്ക് ഇതിൽ ഓരോ രസം എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ പേര് നേരം വരാതെ പിടിക്കുന്നു. അതാണ് ഈ ഡോക്ടർമാർക്ക് തിരിയുന്നില്ല എന്തിൻ്റെ ക്ഷീണമാണ്. പ്രഷർ പിന്നെ നോക്കിക്കോട്ടെ, തല കറങ്ങാലോ എന്തോ ഉണ്ടോ നോക്കിക്കോട്ടെ. അത് നോക്കി പിന്നെ രക്തം ടെസ്റ്റ് ചെയ്യണമെന്ന്.
എന്തെന്ന് പനിച്ച് മാറിയൊക്കെ ഇപ്പം എല്ലാവർക്കും ക്ഷീണമല്ലേ, പനിച്ച് മാറിയാൽ അത് ഡോക്ടർമാർക്ക് തിരിയുന്നില്ലായിരിക്കും. എന്തെന്നാ ഇത്? ഞാൻ അങ്ങോട്ട് പറഞ്ഞതാ, അല്ല ഡോക്ടർ എങ്ങനെയാണ് ഭയത്തം പിന്നെ മറ്റേ ബായിക്ക് വേണ്ടാത്ത ഞാൻ എങ്ങനെയാണ് നല്ലോണം ഭക്ഷണം കഴിക്കുക, നിങ്ങൾ കലക്കി കുടിക്കുന്നതായിട്ട് അന്നേരമാണ് ഈ പൊടിയായി തന്നെ കലക്കി കുടിക്കുന്ന പൊടി, അല്ലാണ്ട് വേറെ രക്തം ടെസ്റ്റ് ചെയ്തിട്ട് വിടുന്നതിനും പേരാൻ തുടിക്കുന്ന ഞങ്ങൾക്ക്. ഇത് തന്നെ ആശുപത്രി ഇതാ, നല്ല ഡോക്ടർമാർ തന്നെ ഇവിടെ ഉള്ളത്, നമ്മളെപ്പം വരുന്നത് തന്നെയാണ്. പക്ഷേ ചില ഡോക്ടർമാർക്ക് തിരിയുന്നില്ല, മക്കളെ. ഇപ്പോൾ ഉള്ള ബാല്യക്കാരുടെ ഡോക്ടറൊക്കെ കാണിക്കുകയും ചെയ്യാം. എന്നാ ഓക്കെ കേട്ടാ. ഇതെല്ലാം ഞാൻ കലക്കി കുടിക്കുന്ന പുരയിലെത്തട്ടെ, വീട് തന്നെ പാർക്ക് ഇരുവാനുണ്ടാ. ഇതാ കറക്ക സൈക്കിൾ ചവിട്ട ഇതെല്ലാം ഉണ്ട് വിടാം. ഞാൻ പുരയിൽ പോയിട്ട് കലക്കൊന്നും കുടിക്കുന്നില്ല, കാണിച്ചു തരാം. അങ്ങനെ ചായ കുടിച്ച് ഉറക്കാട്ടിയിരുന്ന് പിന്നെ നടന്ന് ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ്. ഇതാണ് മക്കളെ ബസ് സ്റ്റോപ്പിലേക്ക്. ചായ കുടിച്ചിട്ട് വേണ്ട, കായ് വരച്ചാടട്ടേച്ചിക്ക് ഒരു പകുതി അത് നിൽക്കുള്ളൂ, പോകുന്നില്ല, ബായിക്കൊന്നും വേണ്ട. ഓക്കെ, ഞാൻ ബസ്സിന് കാത്തില്ല. ഞങ്ങൾ ഓർക്കാട്ടിയത് ഒരു ബസ് ഇപ്പം എൻ്റെ മുന്നിൽ പോയി. ഞങ്ങളുടെ റൂട്ടിൽ ഇഷ്ടം പോലെ ബസ്സുണ്ട്. ഞങ്ങളെ വള്ളിക്കാടുന്നുണ്ട്, ഓർക്കാട്ടിയിരുന്നുണ്ട്, ഇതിലേ അങ്ങോട്ടേക്ക് വരുക. ഞങ്ങൾ ഓർക്കാട്ടിലാണ്, ഞങ്ങൾ ഓർക്കാട്ടിയത്. നിങ്ങൾ എന്തെങ്കിലും വാർത്തയിലും വരുന്നതും കാണലുണ്ടാവില്ല. വള്ളിക്ക് വേണ്ട കേൾക്കാം, മീമായി കൊണ്ട് കൊടുക്കാണ്ട് പോകുന്നതാണ്. ഞാൻ ഇപ്പോൾ ഈ സമയത്ത് എത്തിക്കില്ലെങ്കിൽ മീൻ കിട്ടൂല, ഇതും എല്ലാം തന്നെ തേങ്ങ കിട്ടിയില്ല. തേങ്ങ പിന്നെ പീടിയ പൂട്ടിപ്പോയി. വെള്ളിയാഴ്ച ഒരു പള്ളിക്ക് പോകുന്നവരല്ല, തേങ്ങ പീടി തന്നെയാണ് അത്. ഇപ്പം അരച്ച തേങ്ങ ഞാൻ വാങ്ങി തന്നിട്ട് മീനും മോനെല്ലാം ഐസെല്ലാം മേലെ വെച്ച് പീടിയ പൂട്ടുന്നേനു. ഞാൻ പോയോണ്ട് ഇപ്പം മീൻ കിട്ടി. അഷറൊക്കെ പുരയിൽ ഇങ്ങനെ ഉരുണ്ട് കളിച്ചിട്ട് നേരം പോക്കി. ഒരു മീൻ തരാണ്ട് പോയി കളഞ്ഞ് കുറേ ബായി അറിഞ്ഞ ഷെറുക്കാൻ കുറേ ബായി അറിഞ്ഞ്. എന്താ അരച്ച തേങ്ങ ഉണ്ട് നിങ്ങൾ. ഞാനിപ്പോൾ ആശുപത്രിയിൽ നിന്ന് വരുന്ന പേരിട്ടാ ഭയങ്കര ക്ഷീണമായിട്ട് എനിക്ക് അവിടെ ഒന്നും കാരുവാനും കഴിയുന്നില്ല. ഞങ്ങൾ മനസ്സിലാക്കണം. ഞാൻ വാങ്ങിക്കില്ലേ മീനും ഇല്ല, എന്ന് മക്കളെ. തേങ്ങയില്ല, മീനും ഇല്ല, ഒന്നുമില്ല. ഓളെടുത്ത് പൈസ കൊടുത്തിക്കുന്നു. ഓളെടുത്ത് പൈസ കൊടുത്തിട്ട് ഓളിപ്പം പീടിയെ പോകാൻ മോൻ്റെ ഓല് പോക്കുണ്ട്. എന്നാലും ഇത് ഇങ്ങനെ ഉരുള ദേഷ്യം പിടിക്കുന്ന മക്കളെ. അതാ നിങ്ങളോട് അല്ല, എൻ്റെ സ്കൂളിൽ പോകണല്ല, എൻ്റെ സ്കൂൾ പരിപാടിയാണല്ല. ഇപ്പം മോൻ്റെ മാറിൽ അവിടെ പോയോളി, എൻ്റെ അസീനാടിയ ഉണ്ടാവുക. നമുക്ക് കാര്യം വെക്കുക കഴിയുന്നില്ല. നിങ്ങൾ പറയുന്ന റെസ്റ്റ് എന്തെന്നാ റെസ്റ്റ് ഞാൻ എടുക്കണ്ടേ? നിങ്ങൾ പറ. ഒരു മീൻ വരെ കൊണ്ട് കൊടുക്കുന്നില്ല. അങ്ങനെ കാണിച്ച് വരുന്ന പേരത്തിൽ സ്കൂള് പിന്നെ ഓണത്തിൻ്റെ പരിപാടി കണ്ട് അങ്ങനെ അവിടെ കാരി അതെല്ലാം നോക്കി. അവിടുത്തെ സൗണ്ട് പോക്കിയത് അവിടെ ഭയങ്കര പാട്ടുണ്ട്, അതുകൊണ്ടാണ്. അങ്ങനെ അതും നോക്കി മീനും പിന്നെ തേങ്ങ അരച്ചതൊക്കെ വീട്ടിൽ കൊണ്ടു കൊടുക്കുകയാണ്. എന്നിട്ട് വേണം സ്കൂളിൽ പോകുകയും. അവിടെ നല്ല മുല്ലപ്പൂ എല്ലാം കെട്ടിയ ഊഞ്ഞാല കണ്ടിട്ടുണ്ട്, അതെല്ലാം കൊണ്ട് പോയിട്ട് ആടണം. നല്ല ക്ഷീണമുണ്ട് മക്കളെ. വീട്ടിൽ നിന്ന് കലക്കി കുടിക്കുന്നതെല്ലാം നിങ്ങൾക്ക് കാണാം. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അങ്ങനെ ഗേറ്റെല്ലാം തുറന്നിട്ടാൽ വണ്ടി തട്ടും പോകുമ്പോൾ. അതെല്ലാം അടച്ച് പാത്തോന്ന് വിളിക്കുന്നുണ്ട് ഞാൻ. അവിടെ സ്കൂളിൻ്റെ പാട്ടിങ് വീട് വരെ കേൾക്കുന്നത് കൊണ്ട് ഈ സൗണ്ട് നിങ്ങൾക്ക് പോക്കിയത്. ഞാൻ പാത്തോ മീനങ്ങെടുത്തോ എന്നും പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് വരുന്നതാണ്. നോക്കുമ്പോൾ പാട്ട് വല്ലാണ്ട് ഇതിൽ കുടുങ്ങിയിരിക്കും, നമുക്ക് കോപ്പി റൈറ്റ് വന്ന് അടങ്ങാറാണ്. അങ്ങനെ അതൊക്കെ കൊടുത്ത് പാത്തു മുറിക്കുന്നോ എടുക്കുന്നോ വെക്കുന്നോ നിങ്ങൾക്ക് വേറെ വീഡിയോസിൽ കാണാം. അത് കിച്ചൺ വീഡിയോസിൽ കാണാം. ഇത് സാബീത്ത കാണിക്കാൻ പോയ വീഡിയോസാണ്. ഇങ്ങനെല്ലാമാണ് അവസ്ഥകൾ മക്കളെ. എന്തെല്ലാം കുടിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് കാണാം. ഇനി ഡോക്ടർ എഴുതിയത് എന്താണെന്ന് നിങ്ങൾക്ക് കാണാം. അങ്ങനെ എനിക്ക് പൊടി കലക്കാൻ വേണ്ടി പാത്തു ചൂടുവെള്ളം ഇവിടെ 5 ഗ്ലാസ് വെള്ളം ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം മക്കളെ. ആശുപത്രി നമുക്ക് പിന്നെ
ക്ഷീണത്തിന് കിട്ടിയ പൊടിയായത്. ക്ഷീണത്തിന് കിട്ടിയ പൊടി ഇത് 5 ഗ്ലാസ് വെള്ളത്തിൽ കലക്കി കുടിക്കാൻ പറഞ്ഞ്. പിന്നെ സംഭവങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല, പ്രഷറൊന്നുമില്ല. പ്രഷർ 120/78 ഇതാ. പിന്നെ 2 തരം ഗുളിക. ഇതെന്ത് ഗുളികയെന്നൊന്നും ഞാൻ അറിയില്ല മക്കളെ. ഉച്ചക്കൊന്ന് കുടിക്കുക. ഇത് വിറ്റാമിൻ ഗുളിക അതുകൊണ്ടാ. ഇതാ ഇത് വിറ്റാമിൻ ഗുളിക. ഉച്ചക്കൊന്ന് കുടിക്കുക. നിങ്ങളെല്ലാം ക്ഷീണം ഉണ്ടാകുമ്പോൾ കൊണ്ട് കാണിച്ചട്ടാ. ഇത് രാവിലെ ഒന്ന് കുടിക്കുക. ഇതെല്ലാം വിറ്റാമിൻ ഗുളിക. പിന്നെ ഇത് 5 ഗ്ലാസ് വെള്ളത്തിൽ കലക്കി കുടിക്കണം. ഇത് നമ്മൾ ഷീട്ട് ഇവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോ പാട്ട് ഇതിനകത്ത് വരൂല. ശരി. കോപ്പി റേറ്റ് വരും. പിന്നെ 5 ഗ്ലാസ് വെള്ളം ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട്. ഇനിയിൽ ഇത് 5 ഗ്ലാസ് വെള്ളം. ഈ 5 ഇത് പക്ഷെ കുറച്ച് ചൂടുണ്ട്. ഇത് ചൂടുണ്ട്. ഇതില് ഇവിടെ ഇത് 5 ഗ്ലാസ് വെള്ളത്തില് 2 ഇടണം. ഒറ്റ പാക്കറ്റ്. ഇത് വേറെ ഇടണം. ഇതിപ്പോ നല്ല ചൂടുള്ളത് കൊണ്ട് ഞാൻ ഇടുന്നില്ല. ഈ പാക്കറ്റ് ഇതിൽ കലക്കിയിട്ട് നമ്മൾ ഓരോ ഗ്ലാസ് വെച്ചിട്ട് കുടിക്കുക. സമയം കാലമൊന്നുമില്ല. ക്ഷീണം നമുക്ക് ഇങ്ങനെ കുടിക്കലില്ല. വെള്ളം കുടിക്കുന്നതിൻ്റെ തൊട്ട് കുടിക്കലാ. പിന്നെ ഇതാ സാധനം കാണിച്ചെടുത്തോളെ. എന്താ ഓറോറസ്. അത് പറയാ ഫോട്ടോ എടുക്കണം നമ്മള്. ഇരുട്ട് കലക്കി കുടിക്കുന്ന. അങ്ങനെ ആശുപത്രിയിൽ നിന്ന് തന്ന ഗുളിക കുടിക്കുകയാണ് കാവ്യത്ത. ഇത് രാവിലെ വന്നാണ്. ഇതേ പേക്കിന്ന് കഴിച്ചിട്ടിട്ടോ. ഈ പേക്കിലെ ഗുളിക എന്താണെന്നുണ്ട് നിങ്ങൾ. പേക്കിലെ ഗുളിക ഇതാണ്. നല്ല മണമുണ്ട് കേട്ടാ. നല്ല ആശുപത്രി മണക്കുമ്പോഴത്തെ ഗുളിക. അൽഹംദുലില്ല. അയ്യ ഗുളിക കുടിച്ച്. ഇനി ഒന്നും കൂടി ഉണ്ട് കുടിക്കുക. ഇതും എല്ലാം രാവിലെ വന്നാ ഉണ്ടാ. ഇതെല്ലാം വിറ്റാമീനാ. ക്ഷീണം പറഞ്ഞിട്ട് ഡോക്ടർ ഇതൊന്നും എഴുതുന്നില്ല. രക്തം ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു അല്ല ഡോക്ടറെ, ഇത് പനിച്ചിട്ട് വന്ന ക്ഷീണ, നിങ്ങൾ ഈനുള്ള എന്തെങ്കിലും എഴുത്താന്ന്. ഞാൻ എല്ലാവരോടും പറയും അങ്ങനെയാണ്. ഇതെല്ലാം എഴുത്തന്നത് മറ്റേ പൊടി കലക്കി കുടിക്കുന്ന എഴുത്തന്നല്ലോ. എന്നോടാണ് ഭക്ഷണം കഴിച്ചോളൂ നല്ലോണം. ഞാൻ അല്ല ഡോക്ടറെ, ഭക്ഷണം വേണ്ടേറ്റല്ലേ നിങ്ങളോട് ഞാൻ പറയുന്നത്. ഭക്ഷണം വായിക്കൊന്നും വേണ്ടാന്ന്. നിങ്ങൾ എന്തെങ്കിലും വെള്ളം പോലെ കലക്കി കുടിക്കുന്നതൊക്കെ എഴുത്താന്ന്. അങ്ങനെയാണ് അപ്പോൾ അവിടെ ഈ പൊടി എഴുത്തന്ന്. ഈ പൊടി എഴുത്തന്ന്. ഇതെല്ലാം നമ്മൾ അങ്ങോട്ട് പറയണോ? എന്താ കുഞ്ഞി കുളിയാണ് ഇതിനകത്ത്. എന്താ ഇതും വിറ്റാമിൻ ഗുളികേറ്റാൻ തോന്നുന്നു. അതും കുടിക്കണം. മറ്റേത് കുടിച്ചില്ല ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കുടിക്കാലാ. അങ്ങനെ എല്ലാം കറക്റ്റ്. എനിക്ക് ഗുളിക എഴുത്തുന്ന എല്ലാം കറക്റ്റ് ഞാൻ കുടിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കലക്കണം അല്ലേ. എന്താ ഈ ചൂടുവെള്ളം ഞാൻ വിളിച്ച് പറഞ്ഞു പാത്തോനോട്. ഇനി പിന്നെ തണിയണ്ടിയിട്ട് ഇനി 5 ഗ്ലാസ് വെള്ളം കാച്ചി വെക്കുന്നു. ഇനിയൊന്നുമില്ല. ഇനി അത് പിന്നെ വീഡിയോസ് എടുക്കാൻ കഴിയല്ല. ഇതായിലിട്ടിട്ട് കലക്കിയിട്ട് കുടിക്കുക. എന്നാൽ ഓക്കെ മക്കളെ. ഇനിയിപ്പോൾ കിച്ചൻ്റെ അകത്ത് വീഡിയോസ് എല്ലാം എടുക്കട്ടെ. സ്കൂളിൽ പോകണം. ഓണപ്പരിപാടിയാണ്. ഓക്കെ. അങ്ങനെ നമ്മളെ വെള്ളം നല്ലോണം തണിഞ്ഞിട്ടുണ്ട്. ചൂടാറിയിട്ടുണ്ട്. പതക്കുന്ന വെള്ളയിലും. അങ്ങനെ ഇതിലിങ്ങനെ വെട്ടിയിട്ട് മക്കളെ എന്താ ഇതിലിടുക. ഇത് കാണുന്നുണ്ടോ? ഇത് കാച്ച പാത്രം തന്നെ. ഇതിലിങ്ങനെ ഫുള്ള് ചെരിയ. എന്തോ മണക്കുന്നുണ്ട് കേട്ടോ. ആശുപത്രി മണക്കുന്നു. നമ്മളെ മറ്റേ പുളിയെ കുടിച്ചിട്ടില്ലല്ലോ. നേരത്തെ പുളിയെ മറന്നുപോയി കേട്ടാ. എന്താ ചെറിയ അല്ല ഞാൻ പറഞ്ഞു എഴുതിപ്പിച്ച അങ്ങനത്തെ. ഇനിയിപ്പോൾ ഇതാ കുടിക്കണ്ടേ. വെള്ളം ഉണ്ടല്ലോ. ഇതങ്ങ് മറിച്ച് കളഞ്ഞിട്ട് ഇത് കുടിക്കട്ടെ. അത് മറിച്ച് ചായട്ടൊന്ന് ഇളക്കട്ടെ. കുടിച്ച് നോക്കട്ടെ ഒന്ന്. ഉപ്പ് സത്തുണ്ട്. ഉപ്പ് സത്ത് നല്ല പ്രഷർ ഏതായാലും കുറവുണ്ട് എനിക്ക്. കുടിക്കട്ടെ. ഇത്ര കരം വെള്ളം വേണോ? കഴിയുന്നില്ല. ആശുപത്രി ചുവക്കുന്നു. ഒരു ആശുപത്രിക്ക് പോകുമ്പോൾ ഒരു മണയില്ലേ, ആശുപത്രിൻ്റെ ഒരു മണം, അത് ചുവക്കുന്നു. ക്ഷീണത്തിന് നല്ലതാണ്. നിങ്ങളെല്ലാവരും ആയിട്ട് ആശുപത്രിയിലെ പൊടിയാന്ന് വെച്ചിട്ട് നിങ്ങൾ ചാടിക്കളയൊന്നും ചെയ്യണ്ട. ഇതാ
ഒന്നും കൂടിയും പൊടിയുണ്ട്. ഇത് ഇനി വേറെ 5 ഗ്ലാസ് വെള്ളത്തിൽ ഇതിട്ട് കുടിക്കണം. ഇത് നാളെ കലക്കാം നമുക്ക് കേട്ടാ. എല്ലാം കുടിച്ചങ്ങൾ ആശുപത്രിയിലാണ് ഞാൻ ഇരുന്ന് ചാടിക്കളാണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ട്. വെറുതെ കിട്ടുന്ന സാധനങ്ങൾ മക്കൾക്കും കൊടുക്കൂല, നിങ്ങളും കുടിക്കൂല. നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് 500 പീസ് 1500 റുപ്യേൻ്റെ ഗുളിക. ഇത് വലിയ ഭംഗീഷം പറയാന്നല്ലാണ്ട് ഗവൺമെൻറ് ആശുപത്രി കാണിച്ചിട്ട് കുടിക്കൂല നിങ്ങൾ. കാണിച്ചേട്ടാ. അപ്പോൾ അഭി തലത്ത് പൈസയിലേറ്റൊന്നല്ല. ഉണ്ട് എന്ന് പറയുന്നതല്ല, മുറുക്കിന് തലവേലാണ്. ഉണ്ട് എന്ന് പറയുന്നതും അല്ല. എനിക്കിപ്പം വേറെ വലിയ ഡോക്ടർ കൊണ്ടുപോയി കാണിക്കുകയും ചെയ്യാം. പക്ഷേ നിങ്ങളെ ഗവറും കൊണ്ട് നിങ്ങളും ചെറിയ ആശുപത്രിയിൽ പോയിട്ട് കാണിച്ചോ. വലിയടുത്ത് പോയിട്ട് അതൊന്നും വെറുതെ പൈസ തീരുമെന്നല്ലാണ്ട് ഉള്ളു കേടാവും. എന്നാൽ ഓക്കെ, ഞാൻ നല്ലോണം എനിക്ക് കിടക്കുന്ന കേട്ടാ. ഓക്കെ.